ഒരു കൂന്തൽ റോസ്റ്റ് നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി കൂന്തൽ കട്ട് ചെയ്തിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻറ്റുകൾ 2 മീഡിയം സൈസ് സവാള, പിന്നെ കുറച്ച് മസാലപ്പൊടികൾ, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചത്, കുറച്ച് കറിവേപ്പില, ഒരു 2, 3 ടൊമാറ്റോ, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്നും പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതാ സവാള നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന കൂന്തൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ ഏകദേശം ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലക്കൂട്ടുകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അത് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ സമയം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നല്ല മണമാണ് ഈ കൂന്തൽ റോസ്റ്റിന്. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അതാ കണ്ടില്ലേ, നമ്മുടെ കണവ റോസ്റ്റ് നല്ല തിക്നെസ്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ അറിയതിന് ശേഷം നമ്മുടെ കൂന്തൽ റോസ്റ്റ് നോക്കിയാൽ കറക്റ്റ് തിക്നെസ്സായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇത് നല്ല ചൂടുള്ള കുത്തരി ചോറിനോടൊപ്പവും പിന്നെ ചപ്പാത്തി, പാലപ്പം, പുട്ട് എന്നിവയുടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു കൂന്തൽ റോസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ.